ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. ഇയറും തന്നിട്ടുണ്ട്, പ്രൈസും തന്നിട്ടുണ്ട്. സോ ഇയർ 2009 തുടങ്ങി 2018 വരെ തന്നിട്ടുണ്ട്. പ്രൈസ് ഓരോ വർഷത്തെയും പ്രൈസ് 2009 പ്രൈസ് 20, 10 പ്രൈസ് 25, 11 പ്രൈസ് 28, 12 45, 2013 പ്രൈസ് 25, 14 പ്രൈസ് 30, 15 പ്രൈസ് 32, 16 പ്രൈസ് 25, 17 പ്രൈസ് 42 ആൻഡ് 18 പ്രൈസ് 38. സോ ഇതിന്റെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എഴുതാം ഇക്വേഷൻ മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, JP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇയർ തന്നിട്ടുണ്ട്, അതുപോലെ പ്രൈസും തന്നിട്ടുണ്ട്. ഇയർ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടില്ല. സോ അതുകൊണ്ട് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് എല്ലാം കൂടി ആഡ് ചെയ്യണം. സോ പ്രൈസ് ആണ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് 20 പ്ലസ് 25 പ്ലസ് 28 പ്ലസ് 45 പ്ലസ് 25 പ്ലസ് 30 പ്ലസ് 32 പ്ലസ് 25 പ്ലസ് 42 പ്ലസ് 38 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിഗ്മ എക്സ് എന്ത് കിട്ടും? 310. ഇനി എനിക്ക് എന്താ വേണ്ടത്? എൻ വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാല്യൂസ് ഉണ്ട് അല്ലെ? 1 2 3 4 5 6 7 8 9 10. സോ മീൻ എന്ന് പറയുന്നത് 310/10 എന്ന് വരും. അപ്പോ മീൻ എനിക്ക് എന്താ വരിക? 31. ഇനി നമുക്ക് എന്താ വേണ്ടത്? മോഡ്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ മോഡ് എന്ന് പറയുന്നത് 25 ആണ് അല്ലെ? കാരണം 25 ഇവിടെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്? 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഈ ഒരു എക്സാമ്പിളിൽ ഈ വാല്യൂസിന്റെ മോഡ് എന്ന് പറയുന്നത് 25. സോ എനിക്ക് മീനും കിട്ടി, മോഡും കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേണ്ടത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഈ ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു കോളം കൂടി നമുക്ക് വേണം. സോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കോളം നമ്മൾ ഫോം ചെയ്യണേന് ഇതാണ് എക്സ്, പ്രൈസ് ആണ് എക്സ്. സോ 20 ആണ് എക്സ്. സോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 20 സ്ക്വയർ. 20 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 into 20 which is 400. ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. 25 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625. 28 സ്ക്വയർ എത്രയാണ്? 784. 45 സ്ക്വയർ 2025. 25 സ്ക്വയർ 625. 30 സ്ക്വയർ 900. 32 സ്ക്വയർ 1024. 25 സ്ക്വയർ 625. 42 സ്ക്വയർ 1764. 38 സ്ക്വയർ 1444. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ സം കാണും. ഈ എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 10,260 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? സിഗ്മ എക്സ് സ്ക്വയർ എത്ര കിട്ടിയത്? 10,216 ബൈ എൻ. എൻ എത്രയാണ്? 10 മൈനസ് സിഗ്മ എക്സ്. സിഗ്മ എക്സ് എത്ര കിട്ടിയത്? 310 ബൈ 10 ദ ഹോൾ സ്ക്വയർ. സോ ഈ ഇതിവിടെ ഒരു 0 ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ റൂട്ട് ഓഫ് 10,260 ബൈ 10 എത്രയാണ്? 1021
0.6 മൈനസ് 0 ക്യാൻസൽ ചെയ്ത് പോയത് കൊണ്ട് 31 സ്ക്വയർ എന്ന് വരും. 31 സ്ക്വയർ എത്രയാണ്? 961. ഇനി ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഈ രണ്ട് നമ്പർ നമ്മൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് മൈനസ് ചെയ്യുമ്പോൾ 60.6 എന്ന് കിട്ടും. ഈ വീണ്ടും നിങ്ങൾ കാൽക്കുലേറ്ററിൽ 60.6ന്റെ റൂട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? 7.785 എന്ന് വരും. സോ നമുക്ക് കാണേണ്ടത് എന്താണ്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ മീൻ കണ്ടുപിടിച്ചില്ലേ? മീൻ എത്രയാണ്? 31 മൈനസ് മോഡ് എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് നമുക്ക് കിട്ടിയത്? 7.785. So that is equal to 31 minus 25, 6 by 7.785. And that is equal to 0.77. Okay. അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.